ഓക്കെ, അപ്പോൾ ഗുഡ് മോർണിംഗ്. യൂത്ത് ഫോർ മിഷൻസ് ഇന്ത്യയുടെ സാറ്റർഡേ മോർണിംഗ് ബൈബിൾ സ്റ്റഡിയിലേക്ക് എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യുന്നു. 2 ആഴ്ചത്തെ ബ്രേക്കിന് ശേഷം കൂടി വരുവാൻ ദൈവം സഹായിച്ചു, അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. മത്തായിയുടെ സുവിശേഷമാണല്ലോ നമ്മൾ ഒരുമിച്ച് പഠിക്കുന്നത്. ഇന്ന് 10ാമത്തെ സെഷനാണ്. മത്തായിയുടെ സുവിശേഷം 10ാമത്തെ സെഷൻ. കർത്താവ് പ്രസംഗിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗത്തിന്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത് യേശു കർത്താവ് പ്രസംഗിച്ച ഏറ്റവും ദൈർഘ്യമായ പ്രസംഗമാണ് ഗിരിപ്രഭാഷണം. എന്നാൽ അതിനകത്ത് നമ്മൾ മുമ്പ് നോക്കിയതുപോലെ വിശ്വാസികൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനും നമ്മുടെ ജീവിതത്തെ ഒന്ന് ബെഞ്ച് മാർക്ക് ചെയ്യാനും നല്ലൊരു ഭാഗമാണ് ഗിരിപ്രഭാഷണം. അതിൻ്റെ 6ാമത്തെ അധ്യായത്തിൻ്റെ 19 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കി എങ്ങനെയായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്, ഉപവസിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്, ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കി. എന്നാൽ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡു നോട്ട് ബി ആങ്ഷ്യസ്. ഒന്നിനെ പറ്റിയും നിങ്ങൾ വിചാരപ്പെടരുത് എന്ന് പറഞ്ഞാൽ പറയാൻ എളുപ്പമാണ് അല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ വിചാരപ്പെടുക, വ്യാകുലത, ആങ്സൈറ്റി, വറി, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഭാഗം, ഈ പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ. എന്നാൽ കർത്താവ് വ്യക്തമായിട്ട് പറയാണ്, നിങ്ങൾ ഇതിനെക്കുറിച്ച് വിചാരപ്പെടരുത്. അപ്പോൾ നമ്മൾ വിചാരപ്പെടുമ്പോൾ ഓർത്തോണം, നമ്മൾ അനുസരണക്കേട് കാണിക്കുകയാണെന്ന് ഒന്ന് ഓർത്തോണം. എന്തുകൊണ്ട് വിചാരപ്പെടരുത് എന്നുള്ളത് വരുന്ന ഈ വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കാണാൻ സാധിക്കും. 2 ട്രഷേഴ്സ്, അതിനെക്കുറിച്ച് ആദ്യം പറയുന്നു. പിന്നെ 2 ദർശനങ്ങളെക്കുറിച്ച് പറയുന്നു. പിന്നെ 2 യജമാനന്മാരെ കുറിച്ച് പറയുന്നു. ഈ വിഷയങ്ങൾ, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഈ വിഷയങ്ങൾ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജീവിതത്തിലെ വറി, ആങ്സൈറ്റി, വ്യാകുലത നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അത് വളരെ വ്യക്തമായിട്ട് യേശു കർത്താവ് നമ്മളോട് പറയുന്നു. എന്നാൽ ഇതിനകത്തൊരു തീരുമാനം നമ്മുടെ ആവശ്യമാണ്, ഒരു ചോയ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് ഒരുമിച്ച് നോക്കാം. ആട്ടെ, ഇപ്പോൾ നമ്മൾ 2ാമത്തെ ഭാഗം സെർമൺ ഓൺ ദ മൗണ്ട്, ഗിരിപ്രഭാഷണം 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളാണ് നമ്മളിപ്പോൾ ഒരുമിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ചകൾ ഞാൻ യാത്രയിലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് യൂത്ത് മീറ്റിംഗ്സ് ഉണ്ടായിരുന്നു. മലേഷ്യയിലെ യൂത്ത്സ് ആണ്. ഇത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത്, ഇന്നത്തെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഈ യൂത്ത്സ് ആർ ലുക്കിംഗ് ഫോർ ദ റൈറ്റ് തിങ് ഇൻ ദ റോങ് പ്ലേസ് അല്ലേ? അവർ ശരിയായ കാര്യം തെറ്റായ സ്ഥലത്ത് നോക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അവർ നോക്കുന്നത് എന്താ? അവർക്ക് സ്നേഹം, അക്സെപ്റ്റൻസ്, പേർപ്പസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർക്ക് വേണ്ടത്. പക്ഷേ അത് നോക്കേണ്ട സ്ഥലത്ത് നോക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ സുവിശേഷം നാം പ്രസംഗിക്കുമ്പോൾ അവരുടെ ഉള്ളിലെ എന്താണ് അവരുടെ ജീവിതത്തിൻ്റെ ആഗ്രഹം എന്നുള്ളത് വചനം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ അത് വളരെ ജീവിതത്തിന് വലിയ വ്യത്യാസമുണ്ടാകുന്നു. ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ യൂത്ത്സുമായിട്ടൊക്കെ ഒരുപാട് നമുക്ക് എന്താ പറയണ്ടേ, ശുശ്രൂഷിക്കാൻ പറ്റുന്നത് ദൈവത്തിൻ്റെ വലിയ കരുണയാണ്. അതിലൊത്തിരി ഞാൻ സന്തോഷിക്കുന്നു. എന്നാൽ ഈ പ്രാവശ്യം ഞാൻ മലേഷ്യ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ചെറി അങ്കിൾ ആൻഡ് സാറ ആൻറ്റി എന്ന് പറഞ്ഞാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് കേട്ടപ്പോൾ എൻ്റെ നെഞ്ചിനകത്തൊരു കുത്തുകൊണ്ട്. കാരണം ഇത്രയും നാൾ ഞാനൊരു യൂത്താണെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ഇനി ഒത്തിരി നാൾ യൂത്തായിട്ടിരിക്കത്തില്ല എന്നുള്ളൊരു ബോധ്യം വളരെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായി. കാരണം ഇപ്പോൾ ഞാൻ ടീൻസ് കോൺഫറൻസിന് പോകുമ്പോൾ എൻ്റെ മൂത്ത മോൾ നവമിയുടെ പ്രായക്കാരാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ 19 വയസ്സിൽ ഞാൻ യൂത്തിനോട് ശുശ്രൂഷ തുടങ്ങിയതാണ്. അപ്പോൾ എൻ്റെ പ്രായം വളരെ പെട്ടെന്ന് മുന്നോട്ട് പോകുന്നു. എന്നാൽ ഈ ഒരു ദൗത്യം ഇനിയും ആളുകൾ ഏറ്റെടുക്കണം. അനേക യൂത്ത്സ് കർത്താവിൻ്റെ വചനവുമായിട്ട് എഴുന്നേറ്റ് നിൽക്കണമെന്നൊരു വലിയ ആഗ്രഹം എനിക്കുണ്ട്. ഇനി വരുന്ന നാളുകൾ അതിന് ദൈവം സഹായിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള ആളുകൾ എഴുന്നേറ്റാലേ എല്ലാ തലമുറയും വി ഹാവ് ടു വിൻ ദം ബാക്ക് അല്ലേ? എല്ലാ തലമുറയും വി ഹാവ് ടു വിൻ ദം. അതിനുള്ള ആളുകൾ വചനവുമായിട്ട് എഴുന്നേക്കണം എന്നുള്ളത് എൻ്റെ വലിയ ആഗ്രഹമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ആട്ടെ, ഡു നോട്ട് ബി ആങ്ഷ്യസ്. നിങ്ങൾ ഒന്നിനെ പറ്റിയും വിചാരപ്പെടരുത്. ഇത് ഒരുപക്ഷെങ്കിൽ ഞാൻ ആദ്യം ഈ പ്രസംഗം കേൾക്കണം, എന്നിട്ട് വേണം ബാക്കിയുള്ളവർ കേൾക്കാൻ. കാരണം എന്നെ നോക്കുമ്പോൾ എല്ലാവരും ഓർക്കും എനിക്ക് ആങ്സൈറ്റി ഇല്ലെന്ന്. സത്യം പറഞ്ഞ് എന്നോട് ചോദിച്ചാൽ എനിക്കും ആങ്സൈറ്റി ഇല്ല. പക്ഷെങ്കിൽ അകത്ത് എവിടെയൊക്കെയോ ആങ്സൈറ്റി കിടക്കുന്നതെന്നൊക്കെയാണ് ഡോക്ടർമാർ പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഇടയ്ക്ക് ഈ ടെൻഷൻ കൂടുന്നതും BP കൂടുന്നതും ഒക്കെ. എനിക്കറിയത്തില്ല, എന്നോട് ചോദിച്ചാൽ എനിക്ക് ടെൻഷനൊന്നുമില്ല. പക്ഷെങ്കിൽ അപ്പോൾ ഈ ആങ്സൈറ്റി എന്ന് പറയുന്നത് എല്ലാവരെയും ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ ജോലിയെക്കുറിച്ചായിരിക്കും, കുടുംബത്തെക്കുറിച്ചായിരിക്കും, മക്കളെക്കുറിച്ചായിരിക്കും,
നമ്മുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷനെ കുറിച്ച് ഓർത്തായിരിക്കും, നാളത്തെ പറ്റിയായിരിക്കും. എന്നാൽ കർത്താവ് പറഞ്ഞു, ഒന്നിനെ പറ്റിയും നിങ്ങൾ വിചാരപ്പെടരുത്. ആട്ടെ, ഇതിനകത്ത് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. യേശു കർത്താവ് പറഞ്ഞു തുടങ്ങുന്നത്, നിങ്ങൾക്ക് ദർ ആർ ടു ട്രഷേഴ്സ്, രണ്ട് നിക്ഷേപങ്ങൾ. ഈ രണ്ട് നിക്ഷേപങ്ങളിൽ നിങ്ങൾ തീരുമാനിക്കണം ഏത് നിക്ഷേപമാണ് നിങ്ങൾക്ക് ഉചിതമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. അപ്പോൾ നമുക്ക് വായിച്ചു തുടങ്ങാം. മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിന്റെ 19 മുതൽ 21 വരെ ഉള്ള വാക്യങ്ങൾ. മാത്യു 6:19-21. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാര് തുരന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാര് തുരന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവീൻ. നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. അപ്പോൾ എവിടെയായിരിക്കണം നമ്മുടെ നിക്ഷേപം? കള്ളന്മാര് തുരന്നു മോഷ്ടിക്കുന്ന സ്ഥലമാണോ, അതോ തുരുമ്പിക്കുന്ന സ്ഥാനങ്ങളാണോ, അതോ പുഴു അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി കളയുന്ന സാധനങ്ങളാണോ? എവിടാണ് നമ്മുടെ നിക്ഷേപം? എല്ലാ വിശ്വാസികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് രണ്ട് സ്ഥലങ്ങളിലായിരിക്കും നമ്മുടെ നിക്ഷേപം. രണ്ട് സ്ഥലങ്ങൾ. ഒന്ന് ഏർത്ത്ലി ട്രഷർ. എന്നാൽ യേശു കർത്താവ് പറയാണ്, ഈ ഏർത്ത്ലി ട്രഷർ ഇതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഈ ഭൂമിയിൽ നാം ഈ നിക്ഷേപങ്ങളൊക്കെ നമ്മൾ സ്വരൂപിക്കുമ്പോൾ ഇതിനൊരു പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, അത് ഇന്നുണ്ട്, നാളെ ഇല്ല. അത് എന്നേക്കുമായി നിലനിൽക്കുന്ന ഒരു കാര്യമല്ല. എന്നും നാം നമ്മെ തന്നെ ഓർമ്മപ്പെടുത്തേണ്ട ഒരു വിഷയമുണ്ട്. നാം നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന സകല കാര്യങ്ങളും എത്ര മനോഹരമാണെങ്കിലും ആ മനോഹര കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. അത് നല്ല കാര്യം തന്നെയാണ്. നാം ചുറ്റും കാണുന്ന നല്ല മനോഹരമായ കെട്ടിടങ്ങൾ, അത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ കാര്യങ്ങളാണ്. അതിന് കർത്താവിന് സ്തോത്രം ചെയ്യാം. എന്നാൽ ഈ കാണുന്ന സകല കാര്യങ്ങളും ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടു പോകും, ഒരു സെക്കൻഡ് കൊണ്ട്. അത് ഇന്നല്ലെങ്കിൽ ഒരു ദിവസം പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുമ്പോൾ എത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു കാര്യമാണെങ്കിലും അതൊരൊറ്റ സെക്കൻഡ് കൊണ്ട് നഷ്ടപ്പെടും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ നിത്യതയിൽ നഷ്ടപ്പെടാതിരിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ. ബാക്കിയെല്ലാം, ഈ നല്ല ബിൽഡിങ്ങും നമുക്കുള്ള നല്ല കാര്യങ്ങളും, ഒന്ന് ദൈവത്തിൻ്റെ വചനം, രണ്ട് മനുഷ്യരുടെ ആത്മാവ്. ഇത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ. രണ്ട് കാര്യങ്ങളെ നിലനിൽക്കത്തുള്ളൂ, ദൈവത്തിൻ്റെ വചനവും മനുഷ്യൻ്റെ ആത്മാവും. ബാക്കി സകല കാര്യങ്ങളും നഷ്ടപ്പെട്ട് പോകും. എത്ര നല്ല കാര്യങ്ങളാണെങ്കിലും ആ നല്ല കാര്യങ്ങൾ വേണ്ടെന്നല്ല ഞാനീ പറഞ്ഞത്, പക്ഷെങ്കിൽ ആ നല്ല കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ബോധ്യം ഒരു വിശ്വാസിക്ക് ഉണ്ടാകും. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഈ കാണുന്ന നിക്ഷേപങ്ങളൊക്കെ ഒരു ദിവസം ഇല്ലാതെ ആകും. അപ്പോൾ ഇങ്ങനത്തെ നിക്ഷേപങ്ങൾ ഉണ്ടാകരുത് എന്നുള്ളതല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്. പക്ഷെങ്കിൽ ആ നിക്ഷേപത്തെക്കുറിച്ച് മാത്രമാണ് നമ്മുടെ ചിന്തയെങ്കിൽ വലിയ നഷ്ടം നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ജാതികളല്ലോ ഇതിൻ്റെ പുറകിൽ പോകുന്നതെന്ന് കർത്താവ് തന്നെ പറയുന്നുണ്ട്. എന്നാൽ കർത്താവ് അതിനോട് ചേർത്ത് പറയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുക. ഇപ്പം ഈ ലോകത്തിൽ നിങ്ങൾക്ക് നിക്ഷേപം അത് പുഴു തിന്നുകളയും, അല്ലെങ്കിൽ അത് തുരുമ്പ് പിടിച്ചു പോവും, അല്ലെങ്കിൽ കള്ളന്മാർ മോഷ്ടിക്കും, അല്ലെങ്കിൽ ഇത് നശിച്ചു പോവും. ഒരു കാര്യമുണ്ട്, നശിക്കാത്തൊരു നിക്ഷേപമുണ്ട്, സ്വർഗത്തിലെ നിക്ഷേപം. അതുകൊണ്ട് ഈ സ്വർഗത്തിലെ നിക്ഷേപത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്താലും, അപ്പോൾ ഞാൻ ജോലി ചെയ്യുമ്പോൾ പണം ഉണ്ടാകും അല്ലേ? ആ പണം ഉണ്ടാകുമ്പോൾ ആ പണം കൊണ്ട് എന്ത് ചെയ്യും? പണം ഉണ്ടാകുന്നത് നല്ലതല്ലെന്നല്ല, ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അധ്വാനിച്ച് പണം ഉണ്ടാക്കുക, അധ്വാനിക്കാത്തവൻ തിന്നരുത് എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും, നമ്മുടെ കുഞ്ഞുങ്ങൾക്കും, നമുക്ക് കഴിക്കാനും ഭക്ഷിപ്പാനും താമസിക്കാനും സാഹചര്യങ്ങൾക്കെല്ലാം പണം വേണം. ആ പണം നമ്മുടെ അധ്വാനം കൊണ്ട് ഉണ്ടാക്കണം. അത് ദൈവത്തിൻ്റെ പ്രമാണമാണ്. എന്നാൽ അതുണ്ടാകുമ്പോൾ എല്ലാത്തിൻ്റെ പുറകിൽ നിത്യതയിൽ എങ്ങനെയാണ് ഞാനിത് നിക്ഷേപിക്കുന്നത് എന്നുള്ളൊരു ചിന്ത വേണം. എൻ്റെ പണം കൊണ്ടും എൻ്റെ എല്ലാ കാര്യം കൊണ്ടും നിത്യതയിൽ ഞാൻ എങ്ങനെ നിക്ഷേപിക്കും. അപ്പോൾ എപ്പോഴും എൻ്റെ കണ്ണ് നിത്യതയിലായിരിക്കണം എന്നുള്ളത് നമ്മൾ മറക്കരുത്. അപ്പോൾ ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്, എവിടെ നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. ഒരിക്കലും തിരിച്ചല്ല കേട്ടോ. എൻ്റെ ഹൃദയം എവിടാണെന്നുള്ളതല്ല, എൻ്റെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും എൻ്റെ ഹൃദയം. മനസ്സിലായോ? അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, എൻ്റെ നിക്ഷേപം എവിടെയാണോ അവിടാണ് എൻ്റെ ആശ്രയം. വളരെ സിമ്പിളാണ്. വളരെ സിമ്പിളാണ്. എവിടെ എൻ്റെ നിക്ഷേപം അവിടെ എൻ്റെ ആശ്രയം, എവിടെ എൻ്റെ നിക്ഷേപം അവിടെ എൻ്റെ ഹൃദയം. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
എൻ്റെ ഹൃദയം എവിടാണെന്ന് നോക്കണമെങ്കിൽ എൻ്റെ നിക്ഷേപം എവിടാണെന്ന് മനസ്സിലാക്കിയാൽ മതി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യത്തെ ചിന്ത എന്താ? അയ്യോ, എൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിലിട്ട കാശ് അത് മോണിറ്റർ ചെയ്യരുത് എന്നല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷെങ്കിൽ എൻ്റെ നിക്ഷേപം അവിടെ ആണെങ്കിൽ, എൻ്റെ മെയിൻ നിക്ഷേപം അവിടെ ആണെങ്കിൽ എൻ്റെ ഹൃദയം എപ്പോഴും അവിടെ ആയിരിക്കും. അതുകൊണ്ടാണ് ഒരുപാട് ദൈവമക്കൾ അവർക്ക് ശാന്തമായ അവരുടെ ജീവിതം ജീവിക്കാൻ സാധിക്കാത്തതിൻ്റെ കാരണം അവരുടെ നിക്ഷേപം നശിച്ചു പോകുന്ന കാര്യങ്ങളിലായതുകൊണ്ട് അതിനെന്തെങ്കിലും കോട്ടം വന്നു കഴിഞ്ഞാൽ അവരുടെ സമാധാനത്തെ കെടുത്തിക്കളയും. സ്റ്റോക്ക് മാർക്കറ്റ് താഴോട്ട് പോകുമ്പോഴത്തേക്ക് ഭയങ്കര ടെൻഷൻ, രാത്രി ഉറങ്ങാൻ സാധിക്കുന്നില്ല. കാരണം എന്നാ, നിക്ഷേപം അവിടെയായിപ്പോയി. അപ്പോൾ എൻ്റെ നിക്ഷേപം സ്വർഗത്തിലാണോ അല്ലയോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ ബിറ്റ് കോയിൻ ഇപ്പോൾ വളരെ മുന്നോട്ട് നിൽക്കുകയാണ് ബിറ്റ് കോയിൻ. ഈ ബിറ്റ് കോയിൻ്റെ ഒരു 2019-18 സമയങ്ങളിലൊക്കെ ഒട്ടും വിലയില്ലായിരുന്നു. എന്നാൽ ഇതിനൊക്കെ ഒരു ദിവസം നല്ല വില ഒരു ബിറ്റ് കോയിൻ ഇപ്പോൾ ഓൾമോസ്റ്റ് 1 കോടി രൂപയുണ്ട്. അത്രയും രൂപ ആകുമെന്ന് ചിലർ അറിഞ്ഞിട്ട് അവരവരുടെ കാശ് ഇൻവെസ്റ്റ് ചെയ്തു. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഇടിഞ്ഞ് താഴേക്ക് വന്നു. അപ്പോൾ എന്തോ ഒരു ടെൻഷനായിരുന്നു അറിയാം. എൻ്റെ ഫ്രണ്ട്സ് അങ്ങോട്ട്, അവർ അധികം ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും കുറച്ച് പെർസെൻറ്റേജ് ഓഫ് ബിറ്റ് കോയിൻസ് അവരത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ടെൻഷൻ. ഒരാളോട് സംസാരിക്കുന്നു, മറ്റൊരാളോട് സംസാരിക്കുന്നു. ഇവർ ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് യാതൊരു പ്രയാസവുമില്ല. കാരണം എന്നാ, ഞാൻ ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. പറഞ്ഞു മനസ്സിലായോ? ഈ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലല്ലേ ഉള്ളൂ നമ്മുടെ ടെൻഷൻ. ഇൻവെസ്റ്റ് ചെയ്യാത്തവന് ടെൻഷൻ വല്ലതും ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യരുതെന്നല്ല ഞാൻ ഈ പറഞ്ഞത്. പക്ഷെങ്കിൽ എവിടെ എൻ്റെ നിക്ഷേപം അവിടെ എൻ്റെ ഹൃദയം. അപ്പോൾ പ്രിയമുള്ളവരെ, അത് ഓർത്തണം. വിശ്വാസി നമ്മളും ഉണ്ടല്ലോ, കർത്താവിൻ്റെ മക്കളാണ്, ദൈവരാജ്യമാണ്, അതാണ് ഇതാന്നൊക്കെ പറഞ്ഞാലും എവിടാണ് നിക്ഷേപം അവിടെ ആയിരിക്കും നമ്മുടെ ഹൃദയം. നമ്മുടെ നിക്ഷേപം മുഴുവൻ നമ്മുടെ മക്കളിലാണെങ്കിൽ നമ്മുടെ ഹൃദയം അവിടെ ആയിരിക്കും. നമ്മുടെ നിക്ഷേപം മുഴുവൻ നമ്മുടെ ജോലിയിലാണെങ്കിൽ നമ്മുടെ ഹൃദയം അവിടെ ആയിരിക്കും. ഇതെല്ലാം ആവശ്യമാണ്. പക്ഷെങ്കിൽ നിക്ഷേപം വളരെ സൂക്ഷിച്ച് വേണം നാം നമ്മുടെ നിക്ഷേപം എവിടെ ആയിരിക്കണം. അതുകൊണ്ട് സ്വർഗീയമായ കാര്യങ്ങളിൽ നിത്യമായ കാര്യങ്ങളിൽ നമ്മുടെ നിക്ഷേപമായിരിക്കട്ടെ എന്നുള്ളത് ഒന്നാമത്തെ ഓർമ്മ. അപ്പോൾ ദ ഹാർട്ട് ഓൾവേസ് ഫോളോസ് ദ ട്രഷർ, നെവർ ദി അതർ വേ അറൗണ്ട്. അല്ലേ? എൻ്റെ നിക്ഷേപം എവിടെയുണ്ടോ അവിടാണ് എൻ്റെ ഹൃദയം പോകുന്നത്. ഒരിക്കലും എൻ്റെ ഹൃദയമുള്ളിടത്തേക്ക് നിക്ഷേപം വരത്തില്ല. നിക്ഷേപം എവിടെ ഇടുന്നോ അവിടെ പോകും എൻ്റെ ഇത്. ചിലർ പറയത്തില്ലേ, അതിനെന്നാ, ഇതെന്ന് സംഭവിച്ചാൽ എന്നാ, അത് കാരണം അവർക്ക് അതിനകത്ത് നിക്ഷേപമില്ല. അതുകൊണ്ടല്ലേ ചില ബാങ്ക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ലാത്തതിൻ്റെ കാരണം നമുക്ക് അതിനകത്ത് നിക്ഷേപം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം നിക്ഷേപം എവിടെയുണ്ടോ അവിടെയാണ് നമ്മുടെ ഹൃദയം. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, ദർ ഇസ് 2 ചോയ്സസ് ബിറ്റ്വീൻ 2 ട്രഷേഴ്സ്. 2 നിക്ഷേപങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന് ഈ ലോകത്തിലെ നിക്ഷേപം, അത് പുഴു തിന്നു കളയും, അത് തുരുമ്പ് പിടിച്ചു പോകാൻ സാധ്യതയുണ്ട്, കള്ളം മോഷ്ടിക്കാൻ സാധ്യതയുണ്ട്, നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. 2, ഒരിക്കലും നശിക്കാത്ത നിത്യമായി നിൽക്കുന്ന നിത്യതയിലെ സ്വർഗീയമായ നിക്ഷേപം. എവിടാണ് എൻ്റെ നിക്ഷേപം അവിടെ ആയിരിക്കും എൻ്റെ ഹൃദയം. ഈ ലോകത്തിലാണ് എൻ്റെ നിക്ഷേപം മുഴുവനെങ്കിൽ ഞാൻ വ്യാകുലനായിരിക്കും. വിചാരപ്പെടാതിരിക്കാൻ എനിക്ക് സാധ്യമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. 1. 2, അപ്പൊ ഇവിടെ യേശു ക്രിസ്തു ആയിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ നിക്ഷേപം. ഫിലിപ്പിയ ലേഖനം 3:8 എപ്പോഴും പറയുന്നുണ്ടല്ലോ, കർത്താവാണ് നമ്മുടെ നിക്ഷേപം. അപ്പോൾ യേശു കർത്താവിനെ നമ്മുടെ നിക്ഷേപമാക്കുമ്പോൾ ബാക്കിയെല്ലാം അതിൻ്റെ സ്ഥലത്ത് വീഴും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആട്ടെ, ഒരു സ്റ്റേറ്റ്മെന്റ് പറയാം. എനിക്ക് തോന്നുന്നു ഫ്രാൻസിസ് ഷേഫർ ആണ് തോന്നിയത് പറഞ്ഞത്. എനിത്തിങ് യു ഓൺ ദാറ്റ് യു കാൺട്ട് ഗിവ് അവേ, യു ഡോണ്ട് ഓൺ ഇറ്റ്, ഇറ്റ് ഓൺസ് യു. എൻ്റെ കയ്യിൽ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാർ അല്ലാത്ത, ഞാൻ സ്വന്തം എന്ന് വിളിക്കുന്ന എൻ്റെ ഏത് കാര്യവും ഞാൻ അതിനെ സ്വന്തമാക്കിയിട്ടില്ല, അതെന്നെ സ്വന്തമാക്കിയിരിക്കുക. ഞാൻ പറഞ്ഞ മനസ്സിലായോ? എനിത്തിങ് യു ഓൺ ദാറ്റ് യു കാൺ ഗിവ് അവേ, യു ഡോണ്ട് ഓൺ ഇറ്റ്, ഇറ്റ് ഓൺസ് യു. അപ്പോൾ നിക്ഷേപം എവിടാന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ഇതൊന്ന് മനസ്സിലാക്കിയാൽ മതി. എൻ്റെ കയ്യിൽ നിന്ന് പിടിവിട്ടു പോകാൻ അല്ലെങ്കിൽ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ലാത്ത പല കാര്യങ്ങൾ കാണും. ഐ ക്യാൻ ടെൽ യു, ഇറ്റ് ഓൺസ് യു, യു ഡോണ്ട് ഓൺ ഇറ്റ്. അതാണ് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യേശു കർത്താവ് പിന്നെ മുന്നോട്ട് പോയിട്ട് പറയുന്നു, ദർ ഇസ് എ ചോയ്സ് ബിറ്റ്വീൻ 2 വിഷൻസ്. 2 കാഴ്ചപ്പാടുകൾ, 2 ദർശനങ്ങൾ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു. നമുക്ക് വായിക്കാം. മത്തായി 6:22 മുതൽ 23 വരെ. ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായി ഇരിക്കും. കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട്
എത്ര വലിയത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, എബ്രായ കാലങ്ങളിൽ, അതായത് യഹൂദന്മാരുടെ കാലത്തിൽ അവരെപ്പോഴും പറയും ഗുഡ് ഐ ആൻഡ് ബാഡ് ഐ. അത് അന്നത്തെ കാലത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ഗുഡ് ഐ ആൻഡ് ബാഡ് ഐ. അപ്പം ഇവിടെ കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നത് നിന്റെ കണ്ണാണ് നിന്റെ ശരീരത്തിന് വെളിച്ചം നൽകുന്നത് എന്ന് പറഞ്ഞാൽ, കണ്ണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിസിക്കലായി മാത്രമല്ല, നമ്മുടെ കാഴ്ചപ്പാടുകൾ, പെർസ്പെക്റ്റീവ്സ്, ദി ഹൗ യു സീ ദ വേൾഡ്. ഈ ലോകത്തെ നമ്മൾ എങ്ങനെ കാണുന്നു, ലൗകികമായ കാര്യങ്ങൾ നാം എങ്ങനെ കാണുന്നു, അതാണ് കണ്ണിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ കാഴ്ചപ്പാടാണ് ദൈവവുമായിട്ടുള്ള നമ്മുടെ നടപ്പിനെ തീരുമാനിക്കുന്നത്. ഈ കാഴ്ചപ്പാട്, ഹൗ യു സീ ഇറ്റ് ഇസ് മൈ ഗുഡ്. കാണുന്നതെല്ലാം മോശമായി കാണുന്നവരാണ്, നടക്കുന്ന കാര്യങ്ങളുടെ എല്ലാം നെഗറ്റീവ് കാണുന്നവരാണ് നമ്മുടെ കണ്ണിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഗുഡ് ഐ ആണോ ബാഡ് ഐ ആണോ എന്നുള്ളത് തീരുമാനിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കർത്താവ് പറയാണ്, നിന്റെ കണ്ണ് നല്ല കണ്ണാണെങ്കിൽ, ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് ചുവ്വുള്ളതാണെങ്കിൽ എന്തു പറ്റും? ശരീരം മുഴുവൻ വെളിച്ചമുള്ളതായിരിക്കും. ഇവിടെ കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നത്, നീ സിംഗിൾ മൈൻഡ് ഫോക്കസ് ഉള്ളവനായിരിക്കണം. മനസ്സിലായോ? നമ്മുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്നറിയോ പ്രിയമുള്ളവരെ, നമ്മുടെ ഈ കാഴ്ചപ്പാടുകൾ വളരെ ഡിസ്ട്രാക്റ്റഡ് കാഴ്ചപ്പാടുകളാണ്, വളരെ ഡിസ്ട്രാക്റ്റഡാണ്. കർത്താവ് പറയാ, യു ഷുഡ് ബി സിംഗിൾ മൈൻഡ്. നിങ്ങളുടെ ദർശനം ഒന്നായിരിക്കണം. പത്രോസ് വെള്ളത്തിൻ്റെ മീതെ നടന്നു, അവൻ്റെ കണ്ണ് കർത്താവിൻ്റെ മേലായിരിക്കുന്നു. കർത്താവെ, നീ ഒന്ന് പറയണം, അപ്പോൾ ഞാനും കൂടെ അങ്ങ് വന്നേക്കാം. ആ സമയത്ത് എങ്ങനെയാ? പത്രോസ് വെള്ളത്തിൻ്റെ മേൽ നടക്കുമ്പോൾ പത്രോസിൻ്റെ ദർശനം, കാഴ്ചപ്പാട്, അവൻ്റെ നോട്ടം ക്രിസ്തുവിൻ്റെ മേലാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ തിരമാലകൾ അടിച്ചു തുടങ്ങി. തിരമാലകളുടെ മേൽ അവൻ്റെ കണ്ണ് അവൻ നട്ടു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ നമ്മൾ മനസ്സിലാക്കുന്നു, പിന്നെ മുങ്ങിപ്പോകുന്നു. കാരണം ഒരു കണ്ണ് ക്രിസ്തുവിൻ്റെ മേലും ഒരു കണ്ണ് ലോകത്തിൻ്റെ മേലും ആയാൽ വിശ്വാസി മുങ്ങിപ്പോകും. ഇത് ജീവിതത്തിൻ്റെ ഒരു പ്രമാണമാണ്. നമ്മളെപ്പോഴും ഈ ബാലൻസിങ് ആക്ട്, നമ്മൾ പറയത്തില്ലേ, 2 തോണിയിൽ കാലിടുക എന്ന് പറയുന്നത്, നമുക്കെല്ലാവർക്കും ഇത് വേണം. ഇവിടാണ് ഒരു വിശ്വാസി ലോകത്തിൽ മുങ്ങിപ്പോകാനുള്ള സാധ്യത. അപ്പോൾ ഒരു സ്ഥലത്ത് ദൈവികമായ കാര്യങ്ങളുണ്ടോ? ഉണ്ട്. എന്നാൽ അതേ സമയത്ത് ലൗകികമായ കാര്യങ്ങൾ. കർത്താവിനെ നോക്കുന്നുണ്ടോ? അതേ സമയം ലോകത്തെ നോക്കുന്നുണ്ട്. കർത്താവിൻ്റെ വചനത്തിനെ നോക്കുന്നുണ്ടോ? അതേ സമയം ആളുകളുടെ അഭിപ്രായങ്ങളുടെ മേൽ ആശ്രയിക്കുക. ഇങ്ങനെ ഓരോ കണ്ണും രണ്ട് സ്ഥലത്തിലേക്ക് പോകുമ്പോൾ കർത്താവ് പറയാ, നിങ്ങൾക്ക് ഏകാഗ്രത നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ വിശ്വാസി ഈ കാലത്ത് പ്രായഭേദമന്യേ നാം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ ഇതുമായിട്ടുള്ള ബന്ധം. മനസ്സിലായോ? ഈ സാധനം ഒരുപാട് നമ്മുടെ ജീവിതത്തിൻ്റെ താളത്തെ തെറ്റിച്ച് കളയും. മോശമായ കാര്യങ്ങൾ കാണുന്നതല്ല ഞാൻ ഈ പറയുന്നത്, അനാവശ്യമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ കൂടെ കണ്ട് നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ ദർശനം നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിൽ ജീവിക്കാൻ സാധിക്കുന്നില്ല. വിശ്വാസിയാണെങ്കിലും വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നു. അതിൽ ഒരു കാര്യം, ഇനി ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടരുത് എന്ന് പറയുമ്പോൾ, ഈ സോഷ്യൽ മീഡിയയുടെ വലിയൊരു വേറെ വിഷയം എന്നാണെന്നറിയാമോ? നമ്മൾ ഇത് കാണുമ്പോൾ മറ്റുള്ളവൻ എന്തുണ്ടെന്നുള്ളത് നമുക്ക് വലിയ വിഷയമായി മാറും. എപ്പോഴും ഇതിൻ്റെ മുമ്പിൽ സമയം ചെലവഴിച്ചാലുള്ള കുഴപ്പം തന്നെ, അതാണ് എൻ്റെ പ്രശ്നം. അയ്യോ, അവർക്കത് കിട്ടിയല്ലോ. ഞങ്ങളുടെ ഒരു സഹോദരനെ ഒരു ബൈക്ക് വാങ്ങിച്ചു. അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു എൻഫീൽഡ് വാങ്ങിക്കണമെന്ന്. അപ്പോൾ കർത്താവിൻ്റെ വേലയായിരിക്കും, നല്ലൊരു ദൈവദാസനാണ്. അപ്പോൾ വലിയൊരു ആഗ്രഹമൊക്കെ കുറേ സഹോദരന്മാരും ഫ്രണ്ട്സും എല്ലാം കൂടെ കാശിട്ട് പുള്ളിക്കൊരു വണ്ടി വാങ്ങിച്ചു. പുള്ളി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പം രാവിലെ ആ സൗണ്ട് കേൾക്കുമ്പോൾ എനിക്കറിയാം, ഓഫീസിലോട്ട് വരും, പുള്ളി ഭയങ്കര സന്തോഷമാണ്. വണ്ടി കടകടകടകടന്നടിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് വരുന്നു, വണ്ടി കിട്ടിയത്. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ പുള്ളിയുടെ സന്തോഷം അങ്ങ് പോയി. അപ്പോൾ ഞാൻ ഓർത്ത് അതെന്നെ ഈ സന്തോഷം പോയപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാ പറ്റി ബ്രദറെ? ഇല്ല, ഒന്നുമില്ല. ഒരു ഉച്ചയായപ്പോഴത്തേക്ക് പുള്ളി എൻ്റെ അടുക്ക് വന്നിട്ട്, അച്ഛാ, നമ്മുടെ മറ്റേ പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം കണ്ടോ? ഞാൻ പറഞ്ഞു, ഏത് പുള്ളിയുടെ? അല്ല, നമ്മുടെ മറ്റേ പുള്ളിയുടെ. കണ്ട് പുള്ളി പുതിയ കാറ് വാങ്ങിച്ചതിൻ്റെ ഫോട്ടോ ഇട്ടിരിക്കുന്നു. പുതിയ കാറ് വാങ്ങിച്ചിരിക്കും. അപ്പം മറ്റവൻ കാറ് വാങ്ങിച്ച ഫോട്ടോ കാണുന്നത് വരെ നമ്മുടെ ബൈക്ക് വളരെ സന്തോഷം. മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. കാണരുതെന്നല്ല പറയുന്നത്, പക്ഷെ കാഴ്ചപ്പാട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
അതുകൊണ്ട് ഒരുപാട് സമയം നമ്മുടെ കണ്ണെന്ത് കാണുന്നു എന്നുള്ളതും കൂടെ ശ്രദ്ധിക്കണം. അതല്ല ഇവിടുത്തെ പ്രൈമറി, അതിൻ്റെ വ്യാഖ്യാനം അതല്ല. എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് വളരെ സന്തോഷമാണ്, കർത്താവ് നമുക്ക് തന്നു. തിരുവല്ലയിൽ നിന്ന് മൂന്നാർ വരെ നമ്മൾ നല്ലൊരു വെക്കേഷന് പോയി ഫാമിലിയുടെ കൂടെ ഒക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ തിരിച്ചു വന്ന് നമ്മൾ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മനസ്സിലാക്കുന്നത്, നമ്മുടെ സ്നേഹിതൻ അവൻ മൂന്നാറല്ല പോയിരിക്കുന്നത്, അവൻ രാജ്യം കടന്ന് ദുബായിൽ പോയിരിക്കുന്നു ഫാമിലിയുമായിട്ട്. അപ്പോൾ പെട്ടെന്ന് അതുവരെ നമ്മൾ മൂന്നാറിൽ ഹാപ്പി ആയിരുന്നു. അപ്പൊ ഇതാണ് കാഴ്ചപ്പാടുകൾ. അതുകൊണ്ട് കണ്ണ് എവിടെ നോക്കുന്നു? ക്രിസ്തുവിനെ നോക്കി സഞ്ചരിക്കുക. അതുകൊണ്ട് എബ്രായ ലേഖനം പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കരുത്. നിങ്ങൾക്ക് ഒരൊറ്റ നോട്ടമേ പാടുള്ളൂ, അത് ക്രിസ്തുവിങ്കിലായിരിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ കണ്ണ് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കണ്ണിൻ്റെ ഈ ഈ കാഴ്ച ഈ മങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കാരണം ഈ ലോകത്തിൻ്റെ അഴുക്കുകളൊക്കെ വന്ന് ക്ലാരിറ്റി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരം മുഴുവൻ ഇരുട്ടിലാകുന്നു എന്നുള്ളത് മറക്കരുത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിവൈഡഡ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാഴ്ചപ്പാടുകൾ നഷ്ടപ്പെട്ട് പോകാൻ സാധ്യതയുണ്ട്. ഹെലൻ കെല്ലറിനോട് ഒരാൾ ചോദിച്ചു. ഹെലൻ കെല്ലർ എന്ന് പറഞ്ഞാൽ കണ്ണിന് കാഴ്ചശക്തിയില്ല, ചെവി ശരിക്കും കേൾക്കാൻ പറ്റുന്നത്, പല പല വിഷയങ്ങൾ. എന്നാൽ വൻ കാര്യങ്ങൾ ആ സ്ത്രീ ചെയ്തു. അപ്പോൾ ആ സ്ത്രീയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഒരു റിപ്പോർട്ടർ വന്ന് ചോദിക്കുക, വ്യക്തമായിട്ട് ചോദിച്ചു, ഈ കാഴ്ചയില്ലാതെ ജനിക്കുന്നതിനേക്കാൾ നിർഭാഗ്യകരമായ ഒരു അവസ്ഥ ഒരു മനുഷ്യനുണ്ടാകാൻ സാധിക്കുമോ എന്നാണ് ചോദ്യം കേട്ടോ. കാഴ്ചയില്ലാതെ ജനിക്കുക എന്നുള്ളത്, പുള്ളിക്കാരിക്ക് കാഴ്ച മാത്രമല്ല, പല കാര്യങ്ങളില്ല. അപ്പോൾ പുള്ളിക്കാരി അതിനൊരു ഉത്തരം പറഞ്ഞു, ഉണ്ട്, അതിനേക്കാൾ നിർഭാഗ്യകരമായ ഒരു അവസ്ഥയുണ്ട്. എന്താണ്? കണ്ണുണ്ടായിട്ടും കാഴ്ചപ്പാടില്ലാതെ ജീവിക്കുക, കണ്ണുണ്ടായിട്ടും ദർശനമില്ലാതെ ജീവിക്കുക. ഇന്ന് അനേക ദൈവമക്കൾ, പ്രിയമുള്ളൊരു സങ്കടത്തോടെ പറയട്ടെ, ലോകം എവിടെ കണ്ണ് നട്ടിട്ടുണ്ടോ അവിടെ തന്നെ അവരുടെ കണ്ണും. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ വ്യത്യാസം കൊണ്ടുവരാൻ സാധിക്കാത്ത. നമ്മൾ ഈ ലോകത്തിൻ്റെ ഭാഗമാണ്, നമ്മൾ ഈ ബാബിലോണിയ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. ശരിയാണ്, നമ്മളും ലോകക്കാർ ചെയ്യുന്ന പോലെ പല കാര്യങ്ങളും ചെയ്യും, ജോലിയും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും. പക്ഷെ നമ്മുടെ കാഴ്ചപ്പാട് ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ ദർശനം ദൈവത്തിൻ്റെ മേലായിരിക്കണം, കർത്താവിൻ്റെ മേൽ മാത്രമായിരിക്കണം നമ്മുടെ കണ്ണ്. അല്ലെങ്കിൽ അതിൻ്റെ മേലും ഇതിൻ്റെ മേലും ഒക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്തിൽ മുങ്ങിപ്പോകും എന്നുള്ളത്. അതുകൊണ്ട് ഇന്ന് ഈ കർത്താവ് ഒരു കുരുടനെ സൗഖ്യമാക്കി, അല്ലേ? സൗഖ്യമാക്കി കഴിഞ്ഞപ്പോൾ ചോദിച്ചു, നീ എന്ത് കാണുന്നു എന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ കാണുന്നു, എന്തോന്നറിയോ, മനുഷ്യർ മരങ്ങൾ നടക്കുന്നത് പോലെ ഞാൻ കാണുന്നെന്ന്. അപ്പോൾ കർത്താവ് എന്നാ ചെയ്യുന്നറിയോ, ഒരു പ്രാവശ്യം കൂടെ അവനെ തൊട്ടു. അത് കഴിഞ്ഞപ്പോൾ പറയുന്നു, അവൻ സകലതും സ്പഷ്ടമായി കണ്ടു, വ്യക്തമായി കണ്ടു എന്ന്. അപ്പോൾ വിശ്വാസി, കർത്താവ് നമ്മളെ തൊട്ടു, ശരിയാണ്. 1985 1988 കർത്താവ് തൊട്ട് കാണും. എന്നാൽ ഈ ലോകത്തിൻ്റെ മേൽ നമ്മൾ ദൃഷ്ടി വെച്ച് നമ്മുടെ കണ്ണ് ബ്ലർ ആയിപ്പോയോ? ദർശനം മങ്ങിപ്പോയോ? ശരീരം ഇരുട്ടുള്ളതോ ആയതോ? ഇന്ന് കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ കണ്ണിനെ ഒന്ന് തൊടണം, എനിക്ക് അങ്ങേ ഒന്ന് കാണണം, സ്പഷ്ടമായി വ്യക്തമായി. കർത്താവിനെ കാണുമ്പോൾ അവൻ്റെ വെളിച്ചത്തിലാണ് നാം സകലതും വ്യക്തമായി കാണുന്നത്, അല്ലേ? ഇൻ ഹിസ് ലൈറ്റ് വി സീ ലൈറ്റ്. അങ്ങനാണ്. ഈ കർത്താവിൻ്റെ വെളിച്ചത്തിലൂടെ മാത്രമേ ഈ ലോകത്തെ നാം കാണേണ്ടതുപോലെ കാണാൻ സാധിക്കത്തുള്ളൂ. വി നീഡ് ഹിസ് ലൈറ്റ്. അതുകൊണ്ട് നമ്മുടെ കണ്ണ് കാക്കേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. അതുകൊണ്ട് ആത്മീയമായ അന്ധത നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതിരിക്കാൻ വിശ്വാസി നാം സൂക്ഷിക്കണം. ഈ ലോകത്തിൻ്റെ മേൽ ദൃഷ്ടി വെക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്, മുങ്ങിപ്പോകാനുള്ളത് സാധ്യതകൾ വളരെ ഭയങ്കരം. അപ്പോൾ മൂന്നാമത്, ദ ചോയ്സ് ബിറ്റ്വീൻ ടു മാസ്റ്റേഴ്സ്. ഒന്ന്, രണ്ട് നിക്ഷേപങ്ങൾ തമ്മിലുള്ള തീരുമാനം. രണ്ട്, നമ്മൾ മുമ്പ് നോക്കിയത് എന്താണ്? ദ ചോയ്സ് ബിറ്റ്വീൻ ടു വിഷൻസ്. രണ്ട് കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് രണ്ട് യജമാനന്മാർ തമ്മിലുള്ള തീരുമാനം. നാം തീരുമാനിക്കണം ആരെയാണ്. ഇപ്പോൾ കർത്താവ് പിന്നെയും പറയും, എന്തുവാ എല്ലാം ആങ്സൈറ്റിയെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് കർത്താവ് ഇതെല്ലാം പറയുന്നത്. നിങ്ങൾ വിചാരപ്പെടരുത് എന്ന് പറയാൻ വേണ്ടിയാണ് കർത്താവ് ഇതെല്ലാം പറയുന്നത്. കാരണം ഇതിൻ്റെ റൂട്ട് കോസ് വേറെയാണ്. 24-ാമത്തെ വാക്ക്, രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ
ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. ഇതിനകത്ത് കാണേണ്ട ഒരു രസകരമായ കാര്യം, നിങ്ങൾക്ക് ദൈവത്തെയും പിശാചിനെയും സേവിക്കാൻ സാധിക്കത്തില്ലെന്നല്ല കർത്താവ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ അത്? അതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അവിടെ കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ മനുഷ്യരും എന്തിനെയെങ്കിലും ആരാധിച്ചിരിക്കും. ഏറ്റവും വലിയ യുക്തിവാദിയും നിരീശ്വരവാദിയും എന്തിനെയെങ്കിലും ആരാധിക്കും. ഒന്നുകിൽ അവരുടെ സ്വന്തം ബുദ്ധി അവർ ആരാധിക്കും, യുക്തിയെ ആരാധിക്കും, സയൻസിനെ ആരാധിക്കും, എന്തിനെങ്കിലും ആരാധിക്കും. കാരണം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് അവൻ ആരാധിക്കണം. ഹീ ഈസ് നോട്ട് ദി ഒബ്ജക്റ്റ് ഓഫ് വേർഷിപ്പ്, ഹീ ഈസ് ടു ബി വേർഷിപ്പ്, അല്ലേ? അവൻ ആരാധിക്കാൻ വേണ്ടി അതുകൊണ്ടാണ് നമ്മുടെ പണ്ടുള്ള പൂർവ്വ പിതാക്കന്മാർ എന്താ ചെയ്തത്? വലിയ കല്ലിനെ കണ്ടപ്പോൾ അതിനെ ആരാധിച്ചു. പിന്നെ പെട്ടെന്ന് ഇടിമിന്നൽ വന്നപ്പോൾ അതിനെ ആരാധിച്ചു. പിന്നെ പറഞ്ഞ് ഇച്ചിരൂടൊക്കെ ബുദ്ധിയും ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനല്ല, നമുക്ക് ഇതിനെ പിന്നെ മരത്തെ ആരാധിച്ചു. ഇങ്ങനെ ഓരോന്നോരോന്നെ ആരാധിക്കുന്നതിൻ്റെ കാരണം അവൻ്റെ അകത്തൊരു സാധനം കിടപ്പുണ്ട്, ഇവൻ എന്തിനെങ്കിലും ആരാധിച്ചേ പറ്റത്തുള്ളൂ. എൻ്റെ മുകളിൽ ഒരു ആരാധനയ്ക്ക് യോഗ്യമായ എന്തെങ്കിലും ഉണ്ടെന്നുള്ള ബോധ്യം ദൈവം അവൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിശ്വാസി മനസ്സിലാക്കേണ്ട കാര്യം, ഈ കർത്താവിനെയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രലായിട്ടിരിക്കാൻ ഒക്കത്തില്ല. ഞാൻ അവിടെ വല്ല ഇവിടെ വല്ല എന്നുള്ള ഒരു ഓപ്ഷനേ ഇല്ല. അവൻ എന്തിനെയെങ്കിലും ആരാധിച്ചിരിക്കും. എന്നാൽ യേശു കർത്താവ് തൻ്റെ മക്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എക്സ്ക്ലൂസിവിറ്റിയാണ്. എക്സ്ക്ലൂസീവ് ഡിവോഷൻ, നോട്ട് ഡിവൈഡഡ് അലീജിയൻസ്. എക്സ്ക്ലൂസീവ് ഡിവോഷൻ. കർത്താവ് 50%, ലോകം 50%. കർത്താവ് 70%, ജോലി 30%. കർത്താവ് 80%, 10% എൻ്റെ കുഞ്ഞുങ്ങൾ. ഒക്കത്തില്ല. സകലതും 100% കർത്താവിന് വേണം നമ്മുടെ ആരാധന കൊടുക്കാൻ. അതൊന്ന് മനസ്സിലാക്കണം. 2, ഹൃദയത്തിൽ കർത്താവ് പറയാണ്, നിങ്ങൾക്ക് ഈ മാമോനെയും ദൈവത്തെയും ഒരുപോലെ സേവിപ്പാൻ സാധിക്കത്തില്ല. നമ്മളെപ്പോഴും ഓരോ സ്ഥലത്ത് ഈ യൂത്ത് മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ എപ്പോഴും ഒരു സ്കിറ്റും ഡ്രാമയും കാണും. ഒരു വശത്ത് പിശാച്, ഒരു വശത്ത് ദൈവം. ഇവർ രണ്ടുപേരും തമ്മിൽ ഭയങ്കര അടി. അതിൻ്റെ ഇടയ്ക്കാണ് ഓക്കെ ആയിക്കോട്ടെ. പക്ഷെങ്കിൽ ഈ ഏറ്റവും വലിയ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശക്തിയാണ് മാമോൻ എന്ന് പറയുന്നത്. ഈ മാമോൻ എന്ന് പറയുന്നത് മെറ്റീരിയലിസം. പ്രിയമുള്ളവരെ, എൻ്റെ അനാലിസിസ് ഞാനൊന്ന് പറയാൻ പോവുകയാണ്. നമ്മുടെ കേരളത്തിൻ്റെ സഭയുടെ ശക്തി നഷ്ടപ്പെടുത്തി കളഞ്ഞത് പുറത്തുനിന്ന് വന്ന യാതൊരു പ്രശ്നങ്ങളുമല്ല, പുറത്തുനിന്ന് വന്ന സമ്മർദ്ദങ്ങളല്ല, പീഡകളല്ല. കേരളത്തിലെ ദൈവസഭയുടെ ശക്തി നഷ്ടപ്പെടുത്തിയതിൻ്റെ ഒന്നാം സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത് മെറ്റീരിയലിസം, ലൗകികത. ആർക്കെങ്കിലും എന്നെ അതിന് വെല്ലുവിളിക്കണമെങ്കിൽ ഞാൻ ഡിസ്കഷന് തയ്യാറാണ്. കാരണം ഞാൻ കണ്ടത്, ഒരു കാലത്ത് നമ്മുടെ പിതാക്കന്മാർ കർത്താവിനെ കണ്ണീരോടെ വിളിച്ചുകൊണ്ടിരുന്നൊരു സമയമുണ്ട്. ഒരു കാലത്ത് ഇന്ത്യയിൽ ആദ്യം സുവിശേഷം വന്ന സ്ഥലമാണല്ലോ. ഇന്ത്യയുടെ മിഷൻ പ്രവർത്തനത്തിൻ്റെ ചരട് വലിച്ചത് മലയാളി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. ഇന്ന് അവരെ എവിടെയെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? അതിനെന്താണ് അതിൻ്റെ പ്രശ്നം വന്നത്? ഒറ്റ കാരണം, മെറ്റീരിയലിസം. കർത്താവ് അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ഈ അനുഗ്രഹിച്ച വസ്തുക്കളെല്ലാം നമ്മുടെ ദൈവമായി മാറി. എനിക്കതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. ഉദാഹരണം ഞാൻ പറയാം. ഞാൻ ഈ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നുണ്ടല്ലോ. അപ്പം നമ്മുടെ മലയാളി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ദൈവം അനുഗ്രഹിച്ച വഴികൾ ഓർത്ത് ഐ എം അസ്റ്റോണിഷ്ഡ്. അത് 1-2 പേരെയല്ല, ഇങ്ങനെ അങ്ങ് അനുഗ്രഹിച്ചിരിക്കുക, ഭയങ്കരമായിട്ട് അനുഗ്രഹിച്ചിരിക്കുക. അവരെവിടെ ചെന്നാലും ഉന്നതർ. നമ്മുടെ ഒരു 2 ജനറേഷൻ 3 ജനറേഷൻ മുമ്പ് അധികമൊന്നുമില്ലായിരുന്നു. എന്നാൽ മക്കളോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ കർത്താവിനെ വിളിച്ചോണം, നല്ലതുപോലെ പഠിച്ചോണം. എന്തു പറ്റി? ഒരു തലമുറ കഴിഞ്ഞപ്പോൾ കർത്താവിനെ ഭയപ്പെടുന്ന, നല്ലതുപോലെ പഠിച്ച, ഹൈലി എഡ്യൂക്കേറ്റഡ് ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായി നമ്മുടെ കേരളത്തിൽ. ഈ ഹൈലി എഡ്യൂക്കേറ്റഡ് കമ്മ്യൂണിറ്റി വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഇവർക്ക് പല സ്ഥലത്ത് വൻ ജോലികൾ,
വൻ പരിപാടികൾ. അവർ കേരളം വിട്ട് അവിടെ പോയി ഇവിടെ പോയി എന്നിട്ട് അവർ ദൈവത്തിന് ക്രെഡിറ്റും കൊടുത്തു. കർത്താവ് ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചത് കൊണ്ടാണ് ഞങ്ങളിങ്ങനെ. അതെല്ലാം വളരെ നല്ലതാണ്. പിന്നെന്ത് സംഭവിച്ചെന്നറിയാം? അടുത്ത തലമുറയായപ്പോൾ അടുത്ത കുഞ്ഞുങ്ങളോട് പറഞ്ഞു, നിങ്ങൾ നല്ലതുപോലെ പഠിക്കണം, കർത്താവിൻ്റെ ഹിതം അനുസരിക്കണമെന്നുള്ളത് മങ്ങി. കാരണം എന്നാ? ദർശനം ബ്ലേർഡായി. അപ്പോൾ എന്ത് പറ്റി? അടുത്ത തലമുറയും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, നന്നായിട്ട് അടുത്ത ഉയരണം. അപ്പോൾ ഈ മെറ്റീരിയൽ, പിന്നെ ദൈവം തന്ന ദാനങ്ങളുടെ ഒരു എന്താ പറയേണ്ടി, ആ ബ്ലാങ്കറ്റിനകത്ത് കിടന്ന് നമ്മൾ അതിനകത്ത് അങ്ങ് ഇൻവോൾവായി. ആവശ്യത്തിന് ദൈവം സകലതും തന്ന് കരുതി കാര്യങ്ങൾ നടത്തി കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് വീടും കൂടും. ഇതൊന്നും മോശമല്ല, കർത്താവ് തരാൻ തന്നെ ആഗ്രഹിച്ച കാര്യങ്ങളാണ്. പക്ഷേ എന്ത് പറ്റി? ഈ ലൗകികത കാരണം നമ്മൾ ദൈവത്തെ സേവിക്കുന്നതിന് പകരം മാമോനെ സേവിക്കാൻ തുടങ്ങി. പിന്നെന്ത് സംഭവിച്ചു? ഇതേ ആറ്റിറ്റ്യൂഡ് സഭയ്ക്കകത്ത് വന്നു. ഇന്ന് ദൈവികമായ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഡിസ്കഷൻ ഉണ്ടോ? ഇല്ല. അയ്യോ, നമുക്ക് ആ ലാൻഡ് വാങ്ങിക്കണം, അത് കഴിഞ്ഞിട്ട് വേണം ഈ ബിൽഡിംഗ് പണിയാൻ. എല്ലാം മാമോന, മുഴുവൻ മാമോന. അയ്യോ, ഇന്ന ആളുകളോട് കർത്താവിനെ അറിയണമല്ലോ, അവിടെയും കൂടെ നമുക്ക് സുവിശേഷം എത്തിക്കണമല്ലോ. എവിടെ കേൾക്കുന്നു ആ ചർച്ച? എവിടെ കേൾക്കുന്നു? ആ ബിൽഡിംഗ് പ്രോജക്റ്റ്, ഈ ബിൽഡിംഗ് പ്രോജക്റ്റ്, നമുക്ക് ഫണ്ട് റേസിങ്, കവർ, എൻവലപ്പ്, എല്ലാം മാമോന. എന്താണ് സംഭവിച്ചത്? അപ്പോൾ കർത്താവിനെ പറയാം, ഈ രണ്ട് പരിപാടിയും കൂടെ നടക്കത്തില്ല. നിങ്ങൾ തീരുമാനിക്കുക. ആവശ്യത്തിനുള്ള പണം കർത്താവ് തരും, ആവശ്യത്തിനുള്ള അനുഗ്രഹം കർത്താവ് തരും, കർത്താവ് സകലതും തരും. പക്ഷെങ്കിൽ ഈ രണ്ട് പരിപാടിയും കൂടെ നിങ്ങൾക്ക് ചെയ്യാനൊക്കത്തില്ല എന്ന് കർത്താവ് വ്യക്തമായി ഇവിടെ പറയുന്നു. മനസ്സിലായോ? അപ്പോൾ എവിടെ നമ്മുടെ സമയം, എവിടെ നമ്മുടെ താലന്ത്, എവിടെ നമ്മുടെ പണച്ചെലവ്, ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ദൈവം ആരാണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവും. ജസ്റ്റ് ലുക്ക് അറ്റ് വേർ യു സ്പെൻഡ് യുവർ ടൈം, യുവർ ടാലൻസ് ആൻഡ് യുവർ ട്രഷർ. ദാറ്റ് വിൽ ഡിഫൈൻ ഹൂ യുവർ ഗോഡ് ഇസ്. അത്രേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതലൊന്നും കോംപ്ലിക്കേറ്റ് ചെയ്യണ്ട. ഇത്ര സിമ്പിളായിട്ടുള്ള കാര്യം. പക്ഷെങ്കിൽ യോശുവ ഇസ്രായേൽ മക്കളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ബാൽ ദൈവമെങ്കിൽ അവനെ സേവിക്കുക, യഹോവ ദൈവമെങ്കിൽ അവനെ സേവിക്കുക. ഏലിയാവ് ഇത് തന്നെ പറഞ്ഞു. നിങ്ങൾ എത്ര കാലം രണ്ട് അഭിപ്രായത്തിൻ്റെ ഇടയിൽ നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടാൻ തുടങ്ങും? എത്ര നാൾ? ഇതാണ് ഇത്, അതാണ് ഇത്, ഈ രണ്ടും കൂടി ഇട്ട് നിങ്ങൾ കൂട്ടിക്കലർത്തരുത് എന്ന് പറഞ്ഞ പോലെ കർത്താവ് പറയാണ്, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും കൂടെ സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കത്തില്ല. നിങ്ങൾ തീരുമാനിച്ചോണം ആരെയാണ് സേവിക്കുന്നത്. ഓക്കെ, അപ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ നോക്കി. എവിടെ? ചോയ്സ് ബിറ്റ്വീൻ 2 മാറ്റേഴ്സ്. 1 നിക്ഷേപങ്ങളുടെ കാര്യങ്ങളിൽ, 2 കാഴ്ചപ്പാടിൻ്റെ കാര്യം, 3 യജമാനന്മാരുടെ കാര്യത്തിൽ. ഈ 3 കാര്യം കർത്താവ് പറഞ്ഞിട്ട് പറയുകയാണ്. എന്താണ് പറയുന്നത്? നിങ്ങൾ ഒന്നിനെ പറ്റിയും വിചാരപ്പെടരുത്. കേട്ടോ? അപ്പോൾ ഇവിടാണ് ഈ ഒന്നിനെ പറ്റിയും വിചാരപ്പെടരുത് എന്നുള്ളത് നമ്മളെപ്പോഴും പറയും. ആരോടെ കണ്ടാലും പറയും, നിങ്ങൾ ഒന്നിനെ പറ്റിയും വിചാരപ്പെടരുത്. അതിൻ്റെ റൂട്ട് കോസ് മുമ്പുണ്ട്. യജമാനൻ ആരാന്ന് നോക്കണം, നിക്ഷേപം എവിടാന്ന് നോക്കണം, ദർശനം എന്താണെന്ന് നോക്കണം. അതാണ് എൻ്റെ റൂട്ട് കോസ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പറവുകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? അപ്പോൾ ഇവിടെ കർത്താവ് ഒരു ആജ്ഞ കൊടുക്കുക അല്ലേ? നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ വിചാരപ്പെടാതിരിക്കുക എന്നല്ല കർത്താവ് പറഞ്ഞത്. കർത്താവ് വ്യക്തമായി പറഞ്ഞു, എന്താ? ഒന്നിനെ പറ്റി നിങ്ങൾ വിചാരപ്പെടരുത്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ കർത്താവ് പറയാൻ ആഗ്രഹിച്ചൊരു, ഇപ്പം ഞാനൊരു ഇതാണ്. കർത്താവ് പറഞ്ഞു 10 കൽപ്പനകളിൽ നിങ്ങൾ കൊല ചെയ്യരുത്. നമ്മൾ എന്ത് പറഞ്ഞു? കർത്താവെ, നമ്മൾ കൊല ചെയ്യത്തില്ല. മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ കർത്താവ് പറയുക, നിങ്ങൾ വിചാരപ്പെടരുത്. അയ്യോ, അതൊക്കെ തന്നെ, ഞങ്ങൾക്ക് വിചാരപ്പെട്ടേ പറ്റൂ. ഇത് രണ്ടും കമാൻഡ്സ് ആണ്, ഓപ്ഷൻസ് അല്ല. കർത്താവ് നിങ്ങൾ കൊല ചെയ്യരുത്, കൊലപാതകം ചെയ്യരുത് എന്ന് പറഞ്ഞ അതേ ദൈവമാണ് പറയുന്നത് എന്താണ്? നിങ്ങൾ ഒന്നിനെ പറ്റിയും, ഇറ്റ് ഈസ് എ കമാൻഡ്. ഇറ്റ് ഈസ് എ കമാൻഡ് എഗൻസ്റ്റ് വറി. ഇറ്റ് ഈസ് നോട്ട് എൻ ഓപ്ഷണൽ തോട്ട് പ്രോസസ്. ഇറ്റ് ഈസ് എ കമാൻഡ്. കർത്താവ് പറയാണ്, യു ഷുഡ് നോട്ട് വറി, ഡു നോട്ട് ബി ആങ്ഷ്യസ് അബൌട്ട് എനിത്തിങ്. അല്ലേ? ഫിലിപ്പിയ ലേഖനം പറയുന്നത് എന്തുവാ? ഒന്നിനെ പറ്റിയും
യാതൊന്നിനെ പറ്റിയും നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വറി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സിംറ്റം ഓഫ് മിസ്പ്ലേസ്ഡ് ട്രസ്റ്റ്. അതുകൊണ്ട് സിംഹാസനത്തിൽ ഞാൻ തന്നെയാണോ ഇരിക്കുന്നതെന്ന് തീരുമാനിച്ചാൽ മതി. ഞാനാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ എപ്പോഴും ഒരു മിസ്പ്ലേസ്ഡ് ട്രസ്റ്റ് ആണ്. പറഞ്ഞ മനസ്സിലായോ? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വളരെ വ്യക്തമാണ്. സർ, ദർ ഇസ് എ കമാൻഡ് എഗൻസ്റ്റ് വറി. ഡു നോട്ട് ബി ആങ്ഷ്യസ്. കർത്താവ് പറയുക, എന്താണ് പറയുന്നത്? ഈ ആഹാരത്തെക്കാൾ വലുതല്ലയോ ശരീരം? ഉടുപ്പിനേക്കാൾ വലുതല്ലയോ ശരീരം? അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആം, ഈ കാര്യത്തിൽ നമ്മൾ ഒരുപാട് പാപം ചെയ്യുന്നവരാണ്. എല്ലാത്തിനെ പറ്റിയും വിചാരപ്പെടും. നാളെ എന്ത് സംഭവിക്കും, അയ്യോ കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിക്കും, ജോലിക്ക് എന്ത് സംഭവിക്കും, പണത്തിൻ്റെ സേവിങ്സിന് എന്ത് പറ്റും, ഇങ്ങനെ വിചാരപ്പെട്ട് ആരോഗ്യത്തിന് എന്ത് സംഭവിക്കും, ഇങ്ങനെ വിചാരപ്പെടരുത് എന്ന് കർത്താവ് വ്യക്തമായിട്ട് പറയാ. സോ ഡോണ്ട് ലിവ് ഇൻ ആങ്സൈറ്റി. അതിൻ്റെ കാരണം എന്നാ? കർത്താവ് തന്നെ പറയാണ്. എന്താണ് പറയുന്നത്? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, ആകാശത്തിലെ പറവുകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അപ്പോൾ നിങ്ങളൊന്ന് പറവകളെ നോക്ക്. പറവകൾ അധ്വാനിക്കുന്നില്ലയോ? ഉണ്ട്. അവരവരുടെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നില്ലയോ? കഷ്ടപ്പെടുന്നുണ്ട്. അവരതിനു വേണ്ടി പ്രയത്നിക്കുന്നില്ലേ? പ്രയത്നിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ രാവിലെ എഴുന്നേറ്റ് അയ്യോ ഇന്ന് എന്ത് കഴിക്കുമെന്ന് പറഞ്ഞ് അവരുടെ വിരൽ കടിച്ച് പറയത്തില്ല, അല്ലെങ്കിൽ അത് ചെയ്യത്തില്ല. മനസ്സിലായോ? അപ്പം അതാണ് മനുഷ്യർക്കുള്ള പ്രശ്നം. അതാണ് അതിൻ്റെ കൂടെ നമ്മൾ അതിൻ്റെ കോംപ്ലിക്കേഷനോട് ചെയ്യും. അവർ നമ്മൾ ചെയ്യുന്നത് പോലെ അവർ പ്രയത്നിക്കുന്നുണ്ട്. ഉറുമ്പാണെങ്കിൽ ഉറുമ്പിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ വറി എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ നമ്മൾ ആഡ് ചെയ്യും. അത് ദൈവം പറയുകയാണ്, അത് നിങ്ങൾ ചെയ്യരുത്. മനസ്സിലായോ? അപ്പം അതിൻ്റെ കാരണം എന്നാ? നിങ്ങൾ അതിനേക്കാൾ വിശേഷതയുള്ളതല്ലയോ? യുവർ വാല്യൂ. മനസ്സിലായോ? അപ്പോൾ കർത്താവ് പറയാണ്, ഞാൻ ഇതിൻ്റെയൊക്കെ കർത്താവാണ്. ഐ ആം ദ ലോർഡ് ഓഫ് ഓൾ ഓഫ് ദിസ്. ഈ പറഞ്ഞ പറവകളെയൊക്കെ സൃഷ്ടിച്ച ഞാനാണ്. എന്നാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, അവയേക്കാൾ വിലയുള്ളതാണ് നിങ്ങളുടെ ജീവൻ. നിങ്ങളെ ആ ഒരു കാര്യം നമുക്ക് മനസ്സിലായാൽ, ഈ പറവകളെ പോറ്റുന്ന ദൈവം എന്നെയും പോറ്റും എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് വരാം. അപ്പോൾ വറി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഇവിടെ കർത്താവ് പറയുന്നു, എന്തുകൊണ്ട് നിങ്ങൾ വിചാരപ്പെടരുതെന്ന് കർത്താവിന് പറയാം. ഒന്നാമത്തെ കാര്യം, വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നതും എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പീൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തൻ്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിൽ ഇടുന്നതുമായ വയലിലെ പുലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്ര അധികം. കർത്താവിനെ അങ്ങ് വിളിക്കുക അല്പവിശ്വാസികളെ. ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇങ്ങനെ വിചാരപ്പെടുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ദിവസം പോലും നിങ്ങളുടെ ജീവിതത്തോട് നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാൻ സാധിക്കത്തില്ല. ആദ്യം മനസ്സിലാക്കുക, നമ്മുടെ കൺട്രോളിലല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തിൽ സംഭവിക്കുന്നുണ്ട്. ഞാൻ വിചാരപ്പെട്ടത് കൊണ്ട് എനിക്കൊന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. മനസ്സിലായോ? ഒരു നിമിഷം, ഒരു സെക്കൻഡ് പോലും ദൈവം എനിക്ക് വെച്ചിട്ടുള്ള സമയത്തോട് എനിക്ക് കൂട്ടിച്ചേർക്കാൻ ഒക്കത്തില്ല എന്നുള്ള യാഥാർത്ഥ്യം ആദ്യം നമ്മൾ മനസ്സിലാക്കുക. മനസ്സിലായോ? 2, ദൈവം പറയാ, എൻ്റെ സൃഷ്ടി നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാനും സാറായും കൂടെ കംബോഡിയയിൽ ഈ കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ അവിടെ വലിയ ഇതുണ്ട്, എന്താ പറയുന്നത്, ലോട്ടസ് താമരയുടെ വലിയ ഒരു ബ്യൂട്ടിഫുൾ ഒരു ഗാർഡൻ, ഭയങ്കര രസമാണ്. അപ്പം ഇവിടെ പറയുന്ന വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പീൻ. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ താമരയുടെ ഷൂട്ട് ചെളിക്കകത്തായിരിക്കുന്നത്. മനസ്സിലായി? ഇറ്റ്സ് ഡേർട്ട്, അതിനകത്താണ് ഇരിക്കുന്നത്. എന്നിട്ട് പോലും എത്ര മനോഹരമായത് വളരുന്നു. ചിലതൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ നോക്ക്, താമര രാവിലെ എഴുന്നേറ്റ് എന്നാൽ നമുക്ക് കുറച്ച് മേക്കപ്പ് ഇട്ടേക്കാം എന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഇല്ല. കർത്താവ് അതിനെ പുലർത്തുന്നു. എന്നിട്ട് കർത്താവ് പറയുക, എടാ ഞാനിതെല്ലാം ഈ വയലിലെ താമരയ്ക്ക് വേണ്ടി ചെയ്യുന്നുവെങ്കിൽ നിങ്ങളെ അതിനെക്കാട്ടിലൊക്കെ. എന്നിട്ട് കർത്താവ് തന്നെ പറയുക, ശലോമോൻ ഏറ്റവും ജ്ഞാനിയും ഏറ്റവും സമ്പന്നനുമായ ശലോമോൻ പോലും ഇത്രയും തൻ്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കേട്ടോ? ഏറ്റവും വലിയ ജ്ഞാനിയും ഏറ്റവും വലിയ ധനവാനും ഈ ഒരു താമരയുടെ അത്രയും
ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇത്രയും ചെറിയ കാര്യം എന്ന് പറഞ്ഞ് കർത്താവ് അതിനെക്കുറിച്ച് ബോധർ ചെയ്യുന്നില്ലെന്നല്ല പറയുന്നത്. കർത്താവ് നമ്മുടെ ചെറിയ കാര്യങ്ങളെക്കുറിച്ചും കർത്താവ് ബോധേഡാണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. 3, ഗോഡ് വാല്യൂസ് യു ഡീപ്ലി. കർത്താവിന് ഞാൻ എത്ര വലുതാണെന്നുള്ള ബോധ്യം ഉണ്ടാകണം. മനസ്സിലായി? ഈ പുല്ല് കർത്താവ് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. എന്തുവാ? ഇന്നുള്ളതും നാളെ അടുപ്പിൽ ഇടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയ്ക്കുന്നുവെങ്കിൽ, അപ്പൊ എന്ന് പറഞ്ഞാൽ ഇന്നുണ്ട് നാളെ ഇല്ലാത്ത പുല്ലിനെ പോലും ദൈവം ഇങ്ങനെ ചമയ്ക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്ര അധികം. ഗോഡ് വാല്യൂസ് യു ഡീപ്ലി. നമ്മൾ ഈ വറി ചെയ്യുന്നതിന്റെ ഒന്നാമത്തെ കാരണം കർത്താവ് നമ്മളെ എന്തുമാത്രം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നു എന്നുള്ള ആ ബോധ്യം നമുക്കില്ലാത്തത് കൊണ്ടല്ലേ. ആ ബോധ്യം നമുക്കില്ലാത്തത് കൊണ്ടാണ്. വറി വരാതിരിക്കത്തില്ല, വ്യാകുലത വരാതിരിക്കത്തില്ല. പക്ഷെ വരുമ്പോൾ ഓർത്തോണം, ഗോഡ് ലവ്സ് യു ഡീപ്ലി. ഈ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, എന്തുവാ? ഇസ്രയേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. ഇന്ന് പല വിശ്വാസികൾക്കും രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, ഇല്ലയോ? കാരണം പല പ്രശ്നങ്ങളാണ്, ചിന്തകളാണ്. നാളെ എന്ത് സംഭവിക്കും, കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിക്കും, ജോലിക്ക് എന്ത് സംഭവിക്കും, വ്യാകുലത, ഉറങ്ങാൻ പറ്റുന്നില്ല. എൻ്റെ പിതാവ് ഈ മിനിസ്ട്രിയുടെ ഭാരങ്ങൾ കുറേ കൂടുമ്പോൾ ഇതുപോലെ രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പം രാത്രി ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ വലിയ പ്രയാസങ്ങളും, ഈ കാൺ സ്ലീപ്പ് ഇൻ ദ നൈറ്റ്, ഒരുപാട് പ്രയാസങ്ങൾ. അപ്പോൾ അത് കഴിയുമ്പോൾ ഈ വാക്യം വായിക്കും. എന്താണെന്നറിയോ? ഇസ്രയേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. എന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ കർത്താവെ നമ്മൾ രണ്ടുപേരോടെ എഴുന്നേറ്റിരിക്കേണ്ട കാര്യമില്ലല്ലോ, ഞാൻ ഉറങ്ങാൻ പോവാ, അല്ലേ? ഈ രണ്ടുപേരോട് എഴുന്നേറ്റിരിക്കുന്നത് എന്തിനാ? ഒരാൾ എഴുന്നേറ്റിരുന്നാൽ പോലെ. അപ്പോ എന്ന് പറഞ്ഞതുപോലെ ഇടയ്ക്കൊക്കെ നമ്മൾ നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്തണം. ഇസ്രയേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, അവൻ ഉറങ്ങുന്നില്ല. ഇസ്രയേലിന്റെ പരിപാലകൻ നമ്മളെ സ്നേഹിക്കുന്നു, നാം അവന്റെ കണ്ണിന്റെ കൃഷ്ണമണിയാണ് എന്ന് പറയുന്ന അങ്ങനത്തെ ബോധ്യം ഉള്ളപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, ആവശ്യമില്ലാതെയാണ് നാം വ്യാകുലപ്പെടുന്നത് പല കാര്യങ്ങളെക്കുറിച്ചും, ഒരാവശ്യമില്ല. എന്നിട്ട് കർത്താവ് പറയാം, അല്പവിശ്വാസികളെ നിങ്ങളെ എത്ര അധികം കർത്താവ് കാക്കും. ഓക്കെ. എന്നിട്ട് ഇതിന്റെ സൊല്യൂഷൻ, അപ്പൊ ഈ പ്രോബ്ലം എല്ലാം പറയാം, നിങ്ങൾ എന്തുകൊണ്ട് വ്യാകുലപ്പെടുന്നു, എന്തുകൊണ്ട് വിചാരപ്പെടരുത് എന്നൊക്കെ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് യേശു കർത്താവ് പറയാ, എന്താണ് സൊല്യൂഷൻ? ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. എന്താണ് സൊല്യൂഷൻ? ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. ഇപ്പൊ കർത്താവ് പറയാ 31 വാക്യം മുതൽ 34 വരെ, ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്ന് വിചാരപ്പെടരുത്. ഈ വകയൊക്കെ ആരാ? ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. പിന്നെ പറയാ, എന്ത് ചെയ്യണം? നിങ്ങൾ മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. എന്ത് പ്രാക്ടിക്കൽ വിസ്ഡമാണ് കർത്താവ് നമുക്ക് പറഞ്ഞത്. കർത്താവ് പറയാ, നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, എന്ത് തിന്നും എന്ത് കുടിക്കുന്നൊന്നും നിങ്ങൾ വിചാരപ്പെടണ്ട. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അവന്റെ രാജ്യം, മുമ്പേ അവന്റെ രാജ്യം അവന്റെ നീതി അങ്ങ് അന്വേഷിക്കുക. അയ്യോ നാളെ ഞാൻ എവിടെ കഴിക്കും, അയ്യോ നാളെ എന്ന് പറഞ്ഞ് ഇത് ചെയ്യരുതെന്നല്ല കർത്താവ് പറഞ്ഞു. മടി പിടിച്ച് എഴുതലും മൂലം ചിലർ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടല്ലോ, ഒരുപാട് പേര് ഞാൻ കേട്ടിട്ടുണ്ട് ഈ എന്നോട് പറയുന്ന കാര്യമുണ്ട്, അങ്ങനെയാണ് ഞങ്ങൾ ഒരു സൈഡിൽ കൂടെ അങ്ങ് ഒന്നും ചെയ്യാതിരിക്കുക. അതല്ല കർത്താവ് പറയുന്നത്. നിങ്ങൾ വ്യാകുലപ്പെടരുതെന്നാണ് പറയുന്നത്, നിങ്ങൾ അധ്വാനിക്കരുതെന്നല്ല പറയുന്നത്. ഇതിനെക്കുറിച്ച് വ്യാകുലപ്പെടരുത്. ഇന്ന് രാവിലെ ജോലിക്ക് ദൈവം അവസരം നന്നായിട്ട് പോയി ജോലി എടുക്കുക, തിരിച്ചു വരിക, എന്നിട്ട് പിന്നെ അയ്യോ നാളെ എന്ത് സംഭവിക്കുമെന്ന് വ്യാകുലപ്പെടരുത്. ജോലിക്കുള്ള പ്രതിഫലം കർത്താവ് തക്ക സമയത്ത് തന്നോളും. നിങ്ങൾ സകലത്തിന് മുമ്പ് നിങ്ങൾ അവൻ്റെ രാജ്യം അന്വേഷിപ്പിക്കും, അവൻ്റെ നീതി അന്വേഷിപ്പിക്കും, നിന്റെ കാര്യമൊക്കെ കർത്താവ് നോക്കിക്കോളും എന്നുള്ളതാണ് പറയുന്നത്. മൂന്നാമത് എന്താണ് ചെയ്യേണ്ടത്? 1 day at a time, അല്ലേ? അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. നാളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്, ഇന്ന് ആവശ്യമായിട്ടുള്ളത് ചെയ്യുക. ലിവ് ഫോർ ടുഡേ. ഇന്ന് കർത്താവ് എന്ത് അവസരം തന്നു? ഇന്ന് ജോലിക്ക് അവസരം തന്നോ? പോയി ജോലി ചെയ്യുക. ഇന്ന് കർത്താവ് മേശപ്പുറത്ത് ഫുഡ് തന്നിട്ടുണ്ടോ? അതിന് സ്തോത്രം ചെയ്യുക. ഇന്ന് കർത്താവ് ശുശ്രൂഷിക്കാൻ ഒരു അവസരം തന്നോ? ശുശ്രൂഷിക്കുക. ഇന്ന് പ്രാർത്ഥിക്കാൻ കുറച്ച് സമയം ദൈവം തന്നോ? ഇന്ന് പ്രാർത്ഥിക്കുക. നാളത്തെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. ടുഡേ ഹാസ് ഇറ്റ്സ് ഓൺ ബാറ്റിൽസ്. മനസ്സിലായോ? നാളെ പ്രശ്നങ്ങൾ വരും, പക്ഷേ കൃപ ഇന്നത്തേക്കുള്ള. മനസ്സിലായി? ഇറ്റ് ഇസ് ഫോർ ടുഡേ. ഗ്രേസ് ഇസ് ഫോർ ടുഡേ, നോട്ട് ഫോർ ടുമോറോ. നാളത്തേക്കുള്ളത് കർത്താവ് നാളെ തരും, പക്ഷെ ഇന്ന്
ദർ ഇസ് ഗ്രേസ് ഫോർ ടുഡേ. കോറിറ്റം ബൂമിന്റെ ഒരു കോട്ടുണ്ട്. അത് ഞാൻ പറയാം. അപ്പൊ വറി എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഇസ് വറി? എന്നെ തന്നെ ഈ സിംഹാസനത്തിൽ ഇരുത്തി ഞാൻ ഇതിനെല്ലാം സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് വറി, ആങ്സൈറ്റി. ഇതിന്റെ എല്ലാ സൊല്യൂഷൻ ഞാൻ തന്നെ കണ്ടെത്തിയേ ഒക്കൂ എന്നുള്ള ആ ചിന്ത. അതിന്റെ കാരണം എന്നാ? സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാനാണ്. എന്നാൽ എന്താണ് സൊല്യൂഷൻ? മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിക്കും. ഡോണ്ട് ബി ഇൻവേർഡ് ഫോക്കസ്ഡ്, സീക്ക് ദ കിങ്ഡം ഫസ്റ്റ്. എൻ്റെ കാര്യമല്ല, കർത്താവെ അവൻ്റെ കാര്യവും അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിപ്പിക്കും. അപ്പം കർത്താവിനെ നമ്മുടെ സിംഹാസനത്തിൽ ഇരുത്തുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇന്ന് കണ്ട കാര്യങ്ങൾ, വാട്ട് ഈസ് ദ സീക്രട്ട് ഫോർ എ വറി ഫ്രീ ലൈഫ്? പെട്ടെന്ന് ഞാൻ പറയാം. വാട്ട് ഈസ് ദ സീക്രട്ട്? 1, 2 നിക്ഷേപങ്ങളുണ്ട്. സ്വർഗീയമായ നിക്ഷേപം നിങ്ങൾ തിരഞ്ഞെടുക്കുക. 2 കാഴ്ചപ്പാടുകളുണ്ട്. ഇന്ന് നശിക്കുന്ന അല്ലെങ്കിൽ നാളെ നശിക്കുന്ന കാര്യങ്ങളുടെ മേലല്ല, സ്വർഗീയമായ കാര്യങ്ങളിൽ, നിത്യമായ കാര്യങ്ങളിൽ നമ്മുടെ ദൃഷ്ടിയെ പതിപ്പിക്കുക. 3, 2 യജമാനന്മാരുണ്ട്. 1 മാമോൻ, 2 കർത്താവ്. മാമോനെ ഉപേക്ഷിച്ച് കർത്താവിൻ്റെ മേൽ അവനോട് പറയാം, കർത്താവെ നീയാണ് എൻ്റെ യജമാനൻ. എല്ലാത്തിനെയും കൂടെ സേവിക്കാൻ പോകരുത്. ആളുകളുടെ ഒപ്പീനിയൻ അനുസരിച്ച് അവരുടെ സന്തോഷവും അവർ നമുക്ക് തരുന്ന അക്സെപ്റ്റൻസിനെ സേവിക്കാൻ പോകരുത്. കുടുംബക്കാർ പറയുന്നത് കൊണ്ട് അവരുടെ എല്ലാം മുമ്പിൽ ഞാൻ ശരിയായിട്ട് നിൽക്കണമെന്നുള്ള അതിൻ്റെ പുറകിൽ പോകരുത്. കർത്താവ് അവൻ്റെ രാജ്യം, എന്നിട്ട് അവസാനം പറയാണ്, അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടെ സകലവും നിങ്ങൾക്ക് ലഭിക്കും. ഇങ്ങനെ ജീവിച്ചാൽ യാതൊന്നിനെക്കുറിച്ചും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇനി എന്തൊക്കെ സംഭവിച്ചു? ചിലപ്പോൾ ജോലി നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടായിരിക്കാം, ചിലപ്പോൾ പണം നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ആരോഗ്യം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിലൊക്കെ നമ്മൾ ഓർക്കേണ്ടത് എന്നാ? വയലിലെ പുഷ്പങ്ങളെ അവൻ നോക്കുന്നു. കർത്താവ് ഞാൻ എത്രയോ അധികം അവന് വിലപ്പെട്ടതാ എന്നത് നമ്മൾ മനസ്സിലാക്കണം. കോററ്റം ബൂം പറഞ്ഞൊരു കാര്യമുണ്ട്, വറിയിങ് ഇസ് ക്യാരിയിങ് ടുമോറോസ് ലോഡ് വിത്ത് ടുഡേസ് സ്ട്രെങ്ത്. അല്ലേ? നാളത്തെ പ്രശ്നങ്ങളെ ഇന്നത്തെ എൻ്റെ ശക്തി കൊണ്ട് ഞാൻ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് ഈ വിചാരപ്പെടുക എന്നുള്ളത്. ക്യാരിയിങ് 2 days at once, 2 ദിവസത്തെ ഭാരം ഞാൻ ചുമക്കുകയാണ് വറി ചെയ്തുകൊണ്ട്. ഇറ്റ് ഈസ് മൂവിങ് ഇൻ ടു ടുമോറോ എഹെഡ് ഓഫ് ടൈം. സമയത്തിന് മുമ്പ് നാളെയിലേക്ക് പ്രവേശിക്കുക. ഇപ്പൊ ശ്രദ്ധിച്ചോ, വറിയിങ് ഡസൻറ്റ് എംപ്റ്റി ടുമോറോ ഓഫ് ഇറ്റ്സ് സോറോ, ഇറ്റ് എംപ്റ്റീസ് ടുഡേ ഓഫ് ഇറ്റ്സ് സ്ട്രെങ്ത്. നാളത്തെ പ്രശ്നം എൻ്റെ വിചാരങ്ങൾ സോൾവ് ചെയ്യുന്നില്ല, ഇന്ന് ദൈവം എനിക്ക് തന്നിരിക്കുന്ന ശക്തിയെ കെടുത്തിക്കളയുകയാണ് ഈ വിചാരപ്പെടുക എന്നുള്ളത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അന്നന്നത്തെ ദിവസത്തിന് അതിൻ്റെ ആവശ്യമായിട്ടുള്ള ഭാരങ്ങളുണ്ട്, നിങ്ങൾ അന്നന്നത്തേക്കുള്ള കൃപ കർത്താവ് തരും. മന്ന എങ്ങനെ കർത്താവ് കൊടുത്ത്? ആ ദിവസത്തിന് ആവശ്യമായിട്ടുള്ള, നാളത്തേക്കുള്ളതില്ല. കൃപ ഇന്നത്തേക്കുള്ളതാ. ഇറ്റ് ഇസ് ഫോർ ടുഡേ, ഗ്രേസ് ഫോർ ടുഡേ, സ്ട്രെങ്ത് ഫോർ ടുഡേ. അല്ലേ? ആ കൃപയിൽ, ആ ശക്തിയിൽ ഞാൻ നാളത്തെക്കുറിച്ച് വിചാരപ്പെട്ടാൽ നാളത്തെ പ്രശ്നം പരിഹരിക്കപ്പെടത്തുമില്ല, ഇന്നത്തെ ശക്തി നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഇന്ന് കർത്താവ് തന്ന ദിവസം ഞാൻ സന്തോഷിക്കും. അല്ലേ? ചിലർക്കാണ് സന്തോഷിക്കാൻ ഒക്കുന്നില്ല. കാരണം നാളെ പ്രശ്നങ്ങൾ, നാളെ ഇതാണല്ലോ, അതാണല്ലോ, എല്ലാം വലിയ വലിയ പ്രശ്നങ്ങളുണ്ടെന്നേ. പ്രശ്നങ്ങളില്ലാത്ത എല്ലാം പ്രശ്നങ്ങളാ. പക്ഷെങ്കിൽ വിചാരപ്പെടാതെ, കർത്താവെ ഇന്ന് അങ്ങ് എനിക്കൊരു ദിവസം തന്നല്ലോ, സ്തോത്രം. ഇന്ന് കർത്താവെ എൻ്റെ മേശപ്പുറത്ത് ഭക്ഷണം തന്നല്ലോ, സ്തോത്രം. കർത്താവെ ഇന്ന് ജോലിക്ക് പോകാൻ അങ്ങ് ആരോഗ്യം തന്നല്ലോ, സ്തോത്രം. കർത്താവെ കുഞ്ഞുങ്ങളെ ഇതുവരെ ഞങ്ങൾ കരുതിയല്ലോ, കർത്താവെ സ്തോത്രം. എല്ലാത്തിനും നന്ദിയോടും സ്തോത്രത്തോടും. നാളെ ഉണ്ട് കർത്താവ്. നാളത്തെ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് നാളെ സേവിങ്സ് ഇല്ല, കുഴപ്പമില്ല, നാളത്തേക്കുള്ള കൃപ അവൻ തരും. ഇതുവരെ നടത്തിയത് അവനാണല്ലോ. എൻ്റെ കാഴ്ചപ്പാടും എൻ്റെ കഴിവുകളൊന്നുമല്ല. അതുകൊണ്ട് ഒന്നിനെ പറ്റിയും വിചാരപ്പെടരുത്. അതുകൊണ്ട് ഇന്ന് പ്രിയമുള്ളവരെ, നമ്മൾ ഈ സ്റ്റഡി അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്തണം. കർത്താവ് നമുക്ക് തന്ന ആജ്ഞയാണ് ഒന്നിനെ പറ്റിയും വിചാരപ്പെടുന്നത്. ഇറ്റ് ഈസ് എ കമാൻഡ് ടു ബി ഒബേഡ്. ഇത് അനുസരിക്കേണ്ട ഒരു കൽപ്പനയാണ്. അതുകൊണ്ട് ഇന്ന് കർത്താവിനോട് നമ്മൾ പറയാം, കർത്താവെ ഞാൻ ഇനി ഒന്നിനെ പറ്റിയും വിചാരപ്പെടുത്തില്ല, നാളത്തെക്കുറിച്ച് ഞാൻ വിചാരപ്പെടുത്തില്ല. ഇന്നത്തേക്കുള്ള ആവശ്യമായിട്ടുള്ള കൃപ കർത്താവെ അങ്ങ് തന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഞാൻ നന്ദിയോടും സ്തോത്രത്തോടും പിറുപിറുക്കാതെ ഇന്നത്തെ ദിവസം അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കും. മുമ്പേ അവൻ്റെ രാജ്യം, അവൻ്റെ നീതി, മറ്റൊന്നും ഞാൻ അന്വേഷിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ സ്റ്റഡി നമുക്ക് പിരിയാം. ഇതെങ്ങനെ നമ്മൾ ചെയ്യണം? 1, 2 നിക്ഷേപങ്ങൾ കർത്താവ് നമുക്ക് തന്നിട്ടുള്ള, എത്രയാണ്, വലുതാണെങ്കിലും ചെറുതാണെങ്കിലും
ദൈവരാജ്യത്തിന് എന്ത് പ്രയോജനപ്പെടുവോ അതിലേക്ക് നമ്മൾ ഉപയോഗിക്കുക. 2, കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന കാഴ്ചപ്പാടുകൾ, നമ്മുടെ ഫോക്കസ് മുഴുവൻ നിത്യമായ കാര്യങ്ങൾ. ഇന്ന് ഞാൻ എന്ത് ചെയ്താലും, എൻ്റെ കുടുംബത്തെ നോക്കിയാലും ഞാൻ ജോലി ചെയ്താലും നിത്യമായി ഇതിനെ എങ്ങനെ ബാധിക്കും എന്നുള്ള കാഴ്ചപ്പാടിലായിരിക്കണം ഞാൻ അതിനെ നോക്കുന്നത്. 3, എനിക്ക് യജമാനൻ മാമോനാകരുത്. കർത്താവെ, അങ്ങ് മാത്രം യജമാനൻ. മാമോൻ പറയുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്, അല്ലെ മാമോൻ എന്നെ നിയന്ത്രിക്കുന്നത് പോലെ അവിടെ കൂടുതൽ പണം കിട്ടുന്നതുകൊണ്ട് തീരുമാനം. നോ, ഡിസിഷൻസ് കർത്താവാണ് എടുക്കുന്നത്. നീയാണ് എൻ്റെ യജമാനൻ, ഒരുവനും ആ സ്ഥാനം ഞാൻ കൊടുക്കുകയില്ല എന്ന് പറയത്തക്ക വിധത്തിൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് ഞങ്ങളുടെ സ്റ്റഡിയിൽ ഒന്നിനെപ്പറ്റിയും വിചാരപ്പെടരുത് എന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ചതിനായിട്ട് സ്തോത്രം. വിചാരപ്പെടാതെ കർത്താവെ അങ്ങയ്ക്ക് വേണ്ടി ജീവിപ്പാൻ, നിന്റെ രാജ്യവും നിന്റെ നീതിയും അന്വേഷിപ്പാൻ, എല്ലാറ്റിനും മുമ്പേ നിന്റെ രാജ്യവും നിന്റെ നീതിയും. കർത്താവ്, ഞങ്ങളത് ചെയ്യുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തമാണല്ലോ, അങ്ങ് ഞങ്ങളുടെ കാര്യം നോക്കിക്കോളാമെന്ന്. അതുകൊണ്ട് ഞങ്ങൾ എന്തിനാ വിചാരപ്പെടുന്നത്? ഞങ്ങൾ അങ്ങയുടെ രാജ്യത്തിലും അങ്ങയുടെ നീതിക്കും വേണ്ടി പ്രവർത്തിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രയാസങ്ങളിലൂടെയും പ്രത്യേകിച്ച് കർത്താവെ സാമ്പത്തികമായ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഇത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് സ്വർഗത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് അവരുടെ ആവശ്യങ്ങൾക്ക് എല്ലാം അങ്ങ് നിവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടബാധിതയായ കർത്താവെ, ബുദ്ധിമുട്ടുകളാൽ വലയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങ് കർത്താവെ ഔദാര്യമായി നൽകണമേ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എന്നാൽ അതിനു മുമ്പ് കർത്താവെ, ഞങ്ങളുടെ നിക്ഷേപം എവിടെയാണെന്നുള്ളത് ഉറപ്പുവരുത്താൻ, ഞങ്ങളുടെ കാഴ്ചപ്പാട്, ഞങ്ങളുടെ ദൃഷ്ടി എവിടെയാണെന്നുള്ളത് ഉറപ്പുവരുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മുമ്പേ നിന്റെ രാജ്യം അന്വേഷിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യമായതിൽ ഞങ്ങളുടെ സമയം, ഞങ്ങളുടെ കഴിവ്, ഞങ്ങളുടെ ടാലൻസ് ഉപയോഗിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു മുഖാന്തരം യാചിക്കുന്ന കൃപയോടെ കേൾക്കണമേ.